ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ ദോശയുടെ റെസിപ്പിയാണ്. ഈ ദോശയ്ക്ക് പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും വേണ്ട കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചെറുപയർ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാമാണ്. ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത്. അതും കൂടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം, മുഴുവൻ ഉലുവ. ഇനി നമ്മുടെ ഉഴുന്നും പയറും എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് 2-3 തവണ ഇതൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളത്തിൽ നമ്മുടെ പയറും ഉഴുന്നും എല്ലാം നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ആ പൊടിയും അഴുക്കും എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഒന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പയറും ഉഴുന്നും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കുകയാണ്. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ഈ പയറും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മുടെ ഈ പയറും ഉഴുന്നും എല്ലാം ഇങ്ങനെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പയറും ഉഴുന്നും എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. അത് നമ്മുടെ ഈ പയറും ഉഴുന്നും എല്ലാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. കൂടെ ഒരു പച്ചമുളകും കൂടി. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരല്പം ഐസ് ക്യൂബ്സ് ചേർക്കുകയാണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ മാവ് അരയ്ക്കുമ്പോൾ മാവ് ചൂടാകില്ല, അതിൻ്റെ പേരിലാണ്. ഐസ് ക്യൂബ്സിന് പകരം നമുക്ക് ഐസ് വാട്ടർ ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഈ ഐസ് ക്യൂബ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലായതിൻ്റെ പേരിലാണ് കുറച്ച് തണുത്ത വെള്ളം ചേർക്കുന്നത്. ഇനി നല്ല സ്മൂത്തായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉടൻ തന്നെ ഇത് ദോശ ചുട്ടുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദോശ തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. 1.5 തവി മാവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ദോശമാവ് ചുറ്റിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നമ്മളിപ്പോൾ നെയ്യോ എണ്ണയോ ദോശയിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്പാച്ചില വെച്ച് ലൈറ്റായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും അതിലേക്ക് ആ മാവിലേക്ക് ഇതങ്ങ് പതിഞ്ഞിരുന്നോളും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടൈപ്പ് ദോശയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സവാള മാത്രമേ ഇതിന് മുകളിൽ വിതറിയിട്ടുള്ളതാണ്. അടുത്ത ദോശ വന്നിട്ട് നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നതാണ്. അപ്പോൾ ദോശയുടെ മാവെല്ലാം ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിന് മുകളിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു ചെറിയ സ്പൂണും കൊണ്ട് നമ്മൾ ഈ മുട്ടയെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആകുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. കൂടെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത തക്കാളിയും ഇനി ഒരല്പം പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം വിതറി കൊടുത്തിട്ട് വീണ്ടും ആ സ്പാച്ചില വെച്ച് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ 2 ദോശയും കിട്ടുന്നത്. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക്, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു ദോശ ഇതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ദോശ തയ്യാറാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ 2 ദോശയ്ക്കും സൈഡായിട്ട് വേറെ ഒന്നും വേണമെന്നില്ല. ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒരു ചെറുപയർ ദോശ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.